നമസ്കാരം, ഞാൻ പ്രവീൺ ആൻഡ്രൂസ് ആണ്. സുഹൃത്തെ, ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മിക്സിംഗ് പാത്രത്തിൽ ഒരു നാരങ്ങ വലുപ്പമുള്ള പുളിയുടെ പൾപ്പ് വെക്കുക. പാത്രത്തിൽ ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർക്കുക. നിങ്ങളുടെ കൈ കൊണ്ട് പുളിയുടെ പൾപ്പ് ഏകദേശം പൊട്ടിക്കുക. പുളി ഏകദേശം 20 മിനിറ്റ് നേരം കുതിർക്കാൻ അനുവദിക്കുക. ഒരു ബ്ലെൻഡറിൽ 3 ചുവന്ന മുളക്, ഒരു തക്കാളി അരിഞ്ഞത്, അര ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 1 ഇഞ്ച് ഇഞ്ചി കഷ്ണം അരിഞ്ഞത്, 4 വെളുത്തുള്ളിയുടെ അല്ലി നന്നായി അരയ്ക്കുക. അരകിയ മിശ്രിതം ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുക. മാറ്റിവെച്ച പുളി മിശ്രിതം കടായി അല്ലെങ്കിൽ വോക്ക് സ്റ്റൈൽ ചട്ടിയിൽ ഊറ്റി ഒഴിക്കുക. പുളിയുടെ പൾപ്പിൽ നിന്ന് ജ്യൂസ് പിഴിഞ്ഞെടുക്കാൻ ഒരു സ്പൂണ് അല്ലെങ്കിൽ സ്പാറ്റലയുടെ പിൻഭാഗം ഉപയോഗിക്കുക. 4 കപ്പ് വെള്ളം ചേർക്കുക. മാറ്റിവെച്ച അരക്കിയ മിശ്രിതം ചേർക്കുക. എല്ലാ ചേരുവകളും ഒന്നിച്ച് യോജിപ്പിക്കാൻ നന്നായി ഇളക്കുക. ചൂട് ഉയർത്തി തിളപ്പിക്കുക. തിളച്ച ശേഷം 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. തീ ഇടതരം കുറഞ്ഞത് ആയി കുറയ്ക്കുക. 10 മിനിറ്റ് നേരം വേവിക്കുക. പുളി മിശ്രിതം തിളയ്ക്കുമ്പോൾ ഒരു ചെറിയ ഫ്രൈങ് പാനിൽ 1 ടീസ്പൂൺ എണ്ണ ചേർക്കുക. ചൂട് ഇടതരം കുറഞ്ഞതാക്കുക. 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. 1 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ ആസപറ്റീഡയും ചേർക്കുക. മിശ്രിതം നന്നായി ഇളക്കുക. 7-8 കറിവേപ്പില ചേർത്ത് ഇളക്കുക. മിശ്രിതം വളരെ ഉണങ്ങിയതാണെങ്കിൽ ശകലം എണ്ണ ചേർക്കുക. ആരോഗ്യകരമായ ഭക്ഷണത്തിനായി എണ്ണയുടെ ഉപയോഗം കുറവാണ്. കറിവേപ്പില ചേർക്കുകയോ ജീരകം ഇരുണ്ട് നിറമാക്കുകയോ സൗരഭ്യ വാസനയായി മാറുകയോ ചെയ്യുന്നതുവരെ മിശ്രിതം ഇളക്കി വേവിക്കുക. സാധാരണയായി ഇത് 30 സെക്കൻഡ് മുതൽ 1.5 മിനിറ്റ് വരെ എടുക്കാം. പാൻ തീയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കടായി വോക്ക് പാനിൽ തിളക്കുന്ന പുളി മിശ്രിതത്തിലേക്ക് ഒഴിക്കുക. പുളി മിശ്രിതം തിളയ്ക്കുന്ന സമയം പൂർത്തിയായി കഴിഞ്ഞാൽ ഏകദേശം 10 മിനിറ്റ് തീ ഓഫ് ചെയ്ത് ഉള്ളടക്കം ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുക. 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ മല്ലിയില ഒരു അലങ്കാരമായി ചേർക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഏതെങ്കിലും വിധത്തിൽ സഹായകരമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സ്ക്രീനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളിലൊന്ന് പരിശോധിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഗുഡ് ബൈ.